ഹായ് ഓൾ, നിങ്ങളുടെ നീറ്റിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ? അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള എക്സാംസുകളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ പേപ്പർ വർക്ക്സുകളാണ് നമ്മൾ മുൻകൂട്ടി കരുതി വെക്കേണ്ടത്? ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അപ്ഡേഷൻസ് ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതുപോലുള്ള അപ്ഡേഷൻസിനായിട്ട് ഇൻസൈറ്റ് 360 സോഷ്യൽ മീഡിയ പേജസുകളെല്ലാം തന്നെ ഒന്ന് ഫോളോ ചെയ്യുക. ഒപ്പം ഇൻസൈറ്റ് 360 ആപ്പും കൂടി ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. ഇപ്പോൾ ഈ ക്രിസ്മസ് വെക്കേഷൻ്റെ കാര്യം പറഞ്ഞാൽ ഒരു 10 ഡേയ്സ് നിങ്ങൾക്ക് അവധി ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ വെക്കേഷൻ എന്ന് പറയുന്നത് എത്രത്തോളം നിങ്ങൾ ചുരുക്കി മാക്സിമം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ ഡ്രോബാക്സ് എവിടെയൊക്കെയാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏരിയ എവിടെയൊക്കെയാണ്, നിങ്ങൾ തെറ്റുകൾ വരുന്ന ഏരിയ ഏതൊക്കെയാണ്, അവിടെ കൂടുതൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് തെറ്റുന്നുണ്ടോ, എവിടെയൊക്കെയാണ് നമ്മൾ പോളിഷ് ചെയ്യേണ്ടത്, അതുപോലെ നമ്മളെ തന്നെ സമാധാനത്തോടു കൂടി നമുക്കൊന്ന് ഇരുന്ന് അനലൈസ് ചെയ്യാൻ കിട്ടുന്ന ഒരു ടൈം പീരീഡാണ് ഈ പറയുന്ന വെക്കേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ നീറ്റിൻ്റെ ഒരു സക്സസ്ഫുൾ പ്ലാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് പറയാൻ സാധിക്കും, എത്രത്തോളം നിങ്ങൾ റിവൈസ് ചെയ്യാൻ സാധിക്കും അത്രത്തോളം നിങ്ങൾ റിവൈസ് ചെയ്യുക. മുൻപേ ഉള്ളൊരു വീഡിയോനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരു മിസ്റ്റേക്ക് ബുക്ക് ഉണ്ടാകണം. ആ മിസ്റ്റേക്ക് ബുക്കിനകത്ത് മാക്സിമം നിങ്ങൾ തെറ്റ് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം അപ്ഡേറ്റ് ചെയ്ത് അതിനെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ എന്തൊക്കെയാണ് ഒരു എക്സാം അപ്ലൈ ചെയ്യുമ്പോൾ റിസർവേഷനുകൾ എന്തൊക്കെയാണ്, അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് ഒരു പരസ്പരം നിങ്ങളുടെ ഫാമിലി ആയിട്ടും അതുപോലെ ഇൻസൈറ്റ് 360 മെൻറ്റേഴ്സുമായിട്ടും നിങ്ങൾക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഏതൊക്കെ എക്സാംസ് നിങ്ങൾ അപ്ലൈ ചെയ്യണം, കർണാടകത്തിലോ അല്ലെങ്കിൽ സെയിംസ് വെല്ലൂരിനോ ഐസറിന് അപ്ലൈ ചെയ്യണോ, അപ്പോൾ എന്തൊക്കെ എക്സാംസുകൾ അപ്ലൈ ചെയ്യണം, ഇതൊക്കെ ഏതൊക്കെ ടൈമിലാണ്, എന്തൊക്കെ പേപ്പർ വർക്കുകളാണ്, ഡോക്യുമെൻറ്റേഷൻസ് ആണ് ഇതിന് വേണ്ടി ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചെല്ലാം പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനും അനലൈസ് ചെയ്യാനുള്ള ഒരു ടൈം പീരീഡാണ് ഈ വെക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഡോക്യുമെൻറ്റേഷൻസിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ആധാറിലെ പേര് ശരിയാണോ, ആധാറിലെ ഫോട്ടോ അപ്ഡേറ്റഡ് ആണോ, ആധാർ ഒരു ഫോൺ നമ്പറായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടോ, ഇത്രയും കാര്യങ്ങളെങ്കിലും കൂടി ഒന്നും കൂടി എടുത്ത് നോക്കി അത് അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു സമയമാണ്. ഇപ്പോൾ ഇന്ത്യയിൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ കാര്യമാണ് ആധാർ ആയിരിക്കും അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റേഷൻസ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബയോമെട്രിക് അപ്ഡേറ്റഡ് ആണോ, ചിലപ്പോൾ നമ്മൾ 1ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന സമയത്ത് എടുത്തിരിക്കുന്നതായിരിക്കും നമ്മുടെ ആധാർ. അതുപോലെ നമ്മുടെ ബയോമെട്രിക് അപ്ഡേറ്റഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റേഷൻസ് ആണ് ആധാർ എന്നുള്ളത് നിങ്ങൾ റിമൈൻഡ് ചെയ്യുക. പിന്നെ പലവിധ സംശയങ്ങളും നമ്മുടെ പാരൻസിന് ഉണ്ടാവാറുണ്ട്. എസ്പെഷ്യലി NRI പാരൻസ് ആണ് കൂടുതൽ ചോദിക്കാറ്. NRI ആണ്, അപ്പോൾ നോൺ ക്രീമി ലെയറിന് അർഹതയുണ്ടോ, നോൺ ക്രീമി ലെയറിന് ഒരു ഇൻകം ബാരിയർ ഇല്ലേ, ഇൻകത്തിന് കൂടുതലുള്ളവർക്ക് നോൺ ക്രീമി ലെയർ കിട്ടുമോ, പിന്നെ NRI ആണെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ നോൺ ക്രീമി ലെയർ കിട്ടാതെ പോകുമോ, ഇതൊക്കെ എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള നിരവധി സംശയങ്ങൾ പലർക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ വിദേശങ്ങളിലുള്ള നമ്മുടെ രക്ഷിതാക്കൾക്ക് സാമൂഹ്യമായിട്ടും സാമ്പത്തികമായിട്ടും നമ്മുടെ നിലവാരത്തിനെയാണ് ഈ നമ്മുടെ സാമൂഹ്യ ഭദ്രതയാണ് ഈ നോൺ ക്രീമി ലെയർ എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ കേരള മെഡിക്കൽ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസ് എന്നുള്ള ടൈറ്റിൽ തന്നെ വെച്ചിട്ട് വേണം നമ്മൾ അക്ഷയ കേന്ദ്രങ്ങളിലെല്ലാം ഓൺലൈനായിട്ട് ഈ ഒരു സർട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ആ സർട്ടിഫിക്കറ്റാണ് നമ്മുടെ കേരള മെഡിക്കലിൽ അംഗീകരിക്കുകയുള്ളൂ. ഇപ്പോൾ കേരളത്തിൻ്റെ റൂളിനകത്ത് അത് പറയുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലെ ഒരു പ്രൊഫഷണൽ കോളേജുകളിലെ പ്രവേശനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ അച്ഛനും അമ്മയും വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവരാണെങ്കിൽ പോലും അതിൽ കൂടുതൽ റിസർവേഷൻ കിട്ടുന്നത് ഏത് ജാതിയാണോ ആ ജാതിക്ക് വെച്ച് നമുക്ക് ക്ലെയിം ചെയ്യാം എന്ന് പറയുന്ന ഒരു നിയമവും കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യാതെ അല്ലെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ള പ്രിപ്പറേഷൻസ് ഇല്ലാതെ നമുക്ക് ഒരു എക്സാംസും ക്രാക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് ഓർക്കുക. നിങ്ങളുടെ ഡൗട്ട്സ് ആൻഡ് ക്ലാരിഫിക്കേഷൻസിനായിട്ട് ഇൻസൈറ്റ് 360 മെൻറ്റേഴ്സുമായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് DM ചെയ്യാവുന്നതാണ്.